പുതുമുഖങ്ങളായ എംഎൽഎമാർ നിയമസഭയെ ഗൗരവമായി കാണുന്നില്ലെന്ന കടുത്ത വിമർശനവുമായി സ്പീക്കർ എൻ ഷംസീർ രംഗത്തെത്തിയത് സംസ്ഥാന രാഷ്ട്രീയ വേദിയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. 15ാം കേരള നിയമസഭയുടെ സ്പീക്കറെന്ന നിലയിൽ തന്റെ അവസാന ഔദ്യോഗിക പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്. സഭയിൽ പുതുതായി എത്തിയ ജനപ്രതിനിധികൾ നിയമനിർമ്മാണ പ്രക്രിയയെ ആവശ്യമായ ഗൗരവത്തോടെ സമീപിക്കുന്നില്ലെന്നും അത് ജനാധിപത്യ സംവിധാനത്തിനുതന്നെ വെല്ലുവിളിയാണെന്നും ഷംസീർ തുറന്നു പറഞ്ഞു. പുതിയ സാമാജികർ വേണ്ടത്ര സമയം സഭയ്ക്കകത്തിരിക്കുന്നില്ല. ബുക്ക് വായിച്ച് സഭാ നടപടികൾ പഠിച്ചിട്ട് കാര്യമില്ല. സഭയിലിരിക്കണം. അനുഭവം നേടേണ്ടത് സഭയ്ക്കുള്ളിലാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിയമസഭാ പ്രവർത്തനങ്ങൾ പുസ്തകജ്ഞാനത്തിലൂടെ മാത്രം കൈവരിക്കാൻ കഴിയില്ലെന്നും പ്രായോഗിക അനുഭവം അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പല പുതുമുഖ എംഎൽഎമാരും സഭാസമ്മേളനങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നില്ലെന്നതും അദ്ദേഹം പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു. ഈ വിമർശനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിയോട് മാത്രം ഉദ്ദേശിച്ചതല്ലെന്നും UDF LDF ഭേദമില്ലാതെ എല്ലാ പക്ഷത്തെയും ഉൾക്കൊള്ളുന്നതാണെന്നും ഷംസീർ വ്യക്തമാക്കി. ഇത് UDFനെയോ LDFനെയോ ലക്ഷ്യമിട്ടു പറയുന്നതല്ല. ഇരുവിഭാഗത്തിലും ഇതുപോലുള്ള പ്രവണത കാണാം. പക്ഷേ സീനിയർ അംഗങ്ങൾ പൊതുവെ സഭയിൽ സമയം ചിലവഴിക്കുന്നു. പ്രശ്നം പുതുമുഖങ്ങളിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. സ്പീക്കറുടെ ഈ പരാമർശങ്ങൾ നിയമസഭയുടെ നിലവിലെ പ്രവർത്തന രീതികളിലേക്കുള്ള ഒരു ഗൗരവമായ മുന്നറിയിപ്പായി വിലയിരുത്തപ്പെടുന്നു. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ സഭയിൽ സജീവമായി പങ്കെടുക്കുകയും ചർച്ചകളിൽ പങ്കാളികളാകുകയും ചെയ്യേണ്ടത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ പലപ്പോഴും സഭാസമ്മേളനങ്ങളിൽ കോറം പോലും നിറയാത്ത അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഷംസീറിന്റെ വിമർശനം കൂടുതൽ പ്രസക്തമാകുന്നത്. നിയമസഭയിൽ പങ്കെടുക്കുന്നത് വെറും സാന്നിധ്യമെന്നതിലുപരി സംസ്ഥാനത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ സജീവ പങ്കാളിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓരോ ബില്ലും പ്രമേയവും ചർച്ചയും ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടു കിടക്കുന്നതാണെന്നും അതിനാൽ ജനപ്രതിനിധികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും ഷംസീർ ചൂണ്ടിക്കാട്ടി. സ്പീക്കറെന്ന നിലയിൽ സഭയുടെ ശാസനയും ഗൗരവവും നിലനിർത്തുക എന്നത് തന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായിരുന്നുവെന്നും അതിൽ വലിയ പരിധിവരെ വിജയിച്ചതായി വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സഭയിലെ അംഗങ്ങളുടെ പങ്കാളിത്തക്കുറവ് പോലുള്ള വിഷയങ്ങൾ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്നതായും അദ്ദേഹം തുറന്നു പറഞ്ഞു.